ഗുഡ് ഡേ ഫോക്സ്, ബില്യം ബ്രദറിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം ഞാൻ ഇച്ചിരി വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് റിലക്റ്റൻസ് കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ജോലി തിരക്ക് മൂലവും പിന്നെ എനിക്ക് ഇതൊന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലായ്മയും നെറ്റ് കിട്ടാത്തതിന് ഒരു അവൈലബിലിറ്റി കുറവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇച്ചിരി ഒന്ന് പതുങ്ങിപ്പോയത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാണ്. കാരണം എൻ്റെ പെങ്ങള് 3.5 വർഷത്തിന് ശേഷം എങ്ങാണ്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അവളെ കൊണ്ടുവന്ന് വീട്ടുകാരെ ഫുള്ള് സർപ്രൈസ് അടുപ്പിച്ച് വണ്ടർ അടുപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രിക്കുള്ളിൽ അവളെ ലാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാണെങ്കിലും അവളെയും കൊണ്ട് വീട്ടുകാരെ സർപ്രൈസ് അടുപ്പിച്ച് കൊല്ലണം. അവർക്ക് ഒരു ഐഡിയ ഇല്ല അവൾ വരുന്ന കാര്യം. അവൾ എന്നോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരോടൊപ്പം നമുക്ക് അവരെ സർപ്രൈസ് അടിച്ച് പൊളിക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പോകുന്നത് അവളുടെ ഒരു കൂട്ടുകാരിനെ കൊണ്ടുവരാണ്. കാരണം അവളെല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുമ്പോൾ അവൾക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവളുടെ ഒരു കൂട്ടുകാരിനെയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഞങ്ങളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, ടീനയ്ക്ക് കാണിക്കാനുള്ള അടുത്ത സർപ്രൈസ്. കട്ട വെയിറ്റിംഗ് ആണ്. അവളിപ്പോൾ വരാൻ സമയമായിട്ടുണ്ട്. പക്ഷെ അവളുടെ ബാഗേജിൽ ഒരു ചെറിയൊരു ഇഷ്യൂ പെട്ടെന്ന് വന്നില്ല എന്ന് തോന്നുന്നു. അതാണ് അവൾ ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തത്. പക്ഷെ വളരെ പെട്ടെന്ന് വരും. എനിക്ക് അവളെ കാണാൻ കൊതിയായിട്ടോ. ഇതേ വരുമ്പോൾ ഒളിച്ചിരിക്കാനായിട്ട് ഇതേ ഒരാൾ തൂണിൻ്റെ പുറകിൽ. വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടാ ഞാൻ പോവാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയ ടീമാണ്. അതിപ്പോ നല്ല സന്തോഷിച്ചുകൊണ്ട് വരുന്നു. ഈ എയർപോർട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെയാ. ഒരു സമയത്ത് നമുക്ക് നല്ല സങ്കടവും തരും, അതേ സമയത്ത് നമുക്ക് നല്ല സന്തോഷവും തരും. സാധനം കിട്ടി, പാർസൽ കിട്ടി, പാർസൽ അപ്പോൾ ഗൈസ്, നമ്മളിതാ ചീനേനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ കയറ്റി ഇരുത്തി എല്ലാ സാധനങ്ങളും സെറ്റാണ്. ഇപ്പോൾ അടുത്ത പ്ലാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ അമ്മേനെയും അപ്പനെയും സർപ്രൈസ് ചെയ്യാന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരെങ്ങനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കല്യാണത്തിന് പോയി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചീനയുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഇവളുടെ എൻ്റെ വേറൊരു കൂട്ടുകാരിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അവൾക്ക് വരാൻ അസൗകര്യം ഉള്ളതുകൊണ്ട് അവളെ കൊണ്ടുവരുന്ന ഡ്രൈവറിന് ഒരു ചെറിയൊരു പ്രശ്നം വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് സ്റ്റേ ഓവർ ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ രാവിലെ അവരുടെ ആൾക്കാർ വന്ന് അവളെ കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മമ്മിയോട് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മമ്മി പറഞ്ഞു ഓക്കെ, ഇപ്പോൾ വന്നോട്ടെ, സാരമില്ല, ഇവിടെ വന്ന് കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ഇവളാണ് ടീന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളാണ് എൻ്റെ കൂട്ടുകാരി. അവൾക്ക് ഛർദിയിൽ വന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അവളെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നൈസായിട്ട് അമ്മയോട് പറയും, മമ്മി ഒന്ന് നോക്ക് അവൾക്ക് എന്താണ് പറ്റിയെന്നുള്ള രീതിയിൽ. ഇവള് ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഛർദിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്ന് കാണിക്കും. അപ്പോൾ അമ്മ എന്നെ മോളെ നോക്കെ, ഇതൊക്കെ എൻ്റെ ഇമാജിനേഷനാണ്, വരുമെന്ന് എനിക്ക് അറിയത്തില്ല. അമ്മ അവിടെ ചെന്നിട്ട് എന്നെ പറ്റിയ മോളെ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അവസാനം ഇവള് മമ്മി എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നടന്നാൽ ലോട്ടറി, അല്ലെങ്കിൽ ചട്ടി. ഇതാണ് പ്ലാൻ. ആ ഒരു പ്ലാനിൽ കൊണ്ടുപോകാനുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. എന്റെ മമ്മി ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ടൊറന്റോയിലാണ്, നയഗ്ര ഫോൾസ് ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോയെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്നെ വിളിക്കാത്തത്. So let's see, right? നോക്കാം, മാക്സിമം നമുക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. All set. ഇനിയിപ്പം ആയില്ലെങ്കിലും അവർക്ക് എന്തായാലും സർപ്രൈസ് ആവും. വീഡിയോയില് കണ്ടില്ലെങ്കിലും സർപ്രൈസ് വരുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. വീഡിയോയില് ചിലപ്പോ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഉള്ളിൽ അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ മാക്സിമം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പൊ ഇനി അവിടെ വെച്ച് ഓക്കെ ഒന്ന് വന്നല്ലേ അവളെ ഛർദി മറ്റേ ഹൻസയില്ലേ, കാറേ ആയിക്കോളൂ. നോക്കി മമ്മി നോക്കിട്ടോ, ഓടിച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നു. പുറത്താ നോക്ക്, ആരായൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ നോക്ക്. ഇതാ ചെയ്യാനാണ്. നീ വെള്ളം എടുത്തോ അമ്മ? അല്ല നിക്ക് ഒരു മിനിറ്റ്, അത് വേണ്ട, അല്ലാതെ ചുമ്മാ നോക്കിയാൽ മതി.
നോക്ക് ചുമ്മാ നോക്ക് മമ്മി. അത് വണ്ടിക്കകത്തുണ്ട്, ഞാൻ ചൂടുവെള്ളം മേടിച്ചായിരുന്നു അവളെ വെച്ചിട്ട്. അതില്ലാന്ന് തോന്നുന്നു, അവൾ അവിടുത്തെ ഫുഡ് അത്ര ശരിയായില്ലായിരുന്നു. ചൂടുവെള്ളം വണ്ടിക്കകത്തുണ്ട്. അവൻ ചുമ്മാ ഒന്ന് പുറം തുമ്പോ നോക്കി എന്താന്ന്. ആണോ? അയ്യോ ആദ്യം ഇവ അകത്തേക്ക് കയറി കഴിഞ്ഞു. അത് ചൂടായതാന്ന് തോന്നുന്നു. അറിയായിരുന്നോ ഇത് ഫോട്ടോ എത്ര വട്ടം ഞാൻ നിന്നെ വിട്ടുപോയതൊന്നുമല്ല കേട്ടോ. ഇവിടെ ഇത് കൊണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇവിടെ എയർപോർട്ടിൽ നിന്ന് രാവിലെ പോയേ പറഞ്ഞിട്ട് പോവാ, ഇത് കിട്ടുമോ? ഇത് ശരിയല്ലേ? എല്ലാരും ഇച്ചായന്റെ പ്ലാൻ അല്ലേ?